ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലടുത്ത സെക്ഷനിലുള്ള 1ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പേജ് 76 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കാം, ഒരു ചോദ്യം മെയിനായിട്ടുണ്ട്, അതിൻ്റെ 3 സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഇൻ ഡെസിമൽ ഫോം ആൻഡ് ആസ് എ പെർസെൻറ്റ്. അതായത് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ സാധ്യത കാണാൻ തന്നെയാണ് ചോദ്യം. ആ ചോദ്യത്തിന് നമുക്ക് സാധ്യത കാണുമ്പോൾ പ്രോബബിലിറ്റി കണ്ടു കഴിയുമ്പോൾ ഒരു ഫ്രാക്ഷൻ അല്ലേ കിട്ടുക, ഒരു ഭിന്നസംഖ്യ രൂപമല്ലേ ഉണ്ടാവല്. ആ ഭിന്നസംഖ്യയെ നിങ്ങൾ ഏതൊക്കെ രീതിയിലേക്ക് മാറ്റണം? ഒരു ഡെസിമൽ ഫോമും എഴുതണം, അതിൻ്റെ തന്നെ പേഴ്സൻറ്റേജ് ശതമാന രൂപത്തിലും എഴുതണം. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് മുന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ തന്നെ പോവാം. ഓക്കെ, ഇഫ് വൺ നമ്പർ ഫ്രം 1 2 3 etc 10 ഈസ് ചോസൺ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പം മിസ് 2 എന്നുള്ള നമ്പർ സെലക്ട് ചെയ്തു. 2ന് നമുക്ക് 2 × 1 എന്നല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? 2 × 1 അല്ലെങ്കിൽ തിരിച്ച് 1 × 2. അതായത് 2ൻ്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 1ഉം മാത്രമല്ലേ, വേറൊരു രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ 3ന് നിങ്ങൾക്ക് 1 × 3 അല്ലെങ്കിൽ 3 × 1 വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. 4നെയോ? 4ന് നിങ്ങൾക്ക് 1 × 4 എന്ന് എഴുതാം. അതേപോലെ 2 × 2 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? 4 തന്നെയല്ലേ. അതായത് ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ അഭാജ്യ സംഖ്യ എന്ന് പറയൂ കേട്ടോ. അഭാജ്യ സംഖ്യകൾക്ക് എക്സാമ്പിളാണ് ഈ 2ഉം 3ഉം എന്ന് പറയുന്ന നമ്പർ. 4 അഭാജ്യമല്ല. അപ്പോൾ എന്താ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ? ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം ആ നമ്പറും മാത്രം. അപ്പോൾ നമുക്കൊരു നമ്പർ, വേറൊരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 5 എന്ന് എഴുതാം. വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 5 എന്ത് നമ്പറാ? ഒരു പ്രൈം നമ്പറാ. 4 അല്ലായിരുന്നു അല്ലേ. ഇനി 6ഓ? 6ന് 1 × 6 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 × 3 എന്ന് എഴുതിയാലും 6 തന്നെയല്ലേ. അപ്പോൾ 1ഉം 6ഉം അല്ലാതെ വേറെ 2 ഘടകങ്ങൾ ഫാക്ടേഴ്സ് കൂടി 6ന് വന്നു അല്ലേ. 2 എന്ന ഫാക്ടറും വന്നു, 3 എന്ന ഫാക്ടറും വന്നു. അപ്പോൾ 6ഉം എന്തല്ല? പ്രൈം നമ്പർ അല്ല, അതായത് അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ എന്താ അഭാജ്യ സംഖ്യ എന്ന് പിടികിട്ടിയല്ലോ. ഒരു സംഖ്യയെ സെലക്ട് ചെയ്താൽ അതിൻ്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ആ നമ്പറും 1ഉം മാത്രം വരികയാണെങ്കിൽ നമ്മൾ അതിനെ അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പർ എന്ന് പറയും. ഓക്കെ, ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 1ാമത്തെ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 1 മുതൽ 10 വരെ അല്ലേ. നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 1 2 3 അങ്ങനെ 10 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അതായത് ആകെ സംഖ്യകളുടെ എണ്ണം 10 ശരിയല്ലേ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം? അതായത് ഈ 10 നമ്പറുകളിൽ നിന്ന് നമ്മൾ ഒരു നമ്പർ ചൂസ് ചെയ്യുന്നു. ഏത് നമ്പറാണെന്ന് നമുക്കറിയില്ല, പക്ഷെ എടുക്കുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആവാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിതിൽ പ്രൈം നമ്പറുകളൊന്ന് എഴുതി വെക്കുക. ഏതൊക്കെ ഇതിൽ അഭാജ്യ സംഖ്യകൾ? 1 പ്രൈം നമ്പർ അല്ല കേട്ടോ. 1ന് നമ്മൾ പ്രൈം നമ്പറായിട്ട് കൂട്ടാറില്ല. അഭാജ്യ സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2 എന്ന് പറഞ്ഞ നമ്പറിലാണ്. അപ്പോൾ 2 ഒരു പ്രൈമാണ്. ഏതൊക്കെയാ? നമ്മൾ എഴുതാൻ പോകുന്നത് എന്താ? 1 മുതൽ 10 വരെ ഉള്ളതിൻ്റെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതണം കേട്ടോ. പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 10. അതായത് 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ. അങ്ങനെ എഴുതുക കേട്ടോ. മലയാളം മീഡിയം ഇങ്ങനെ എഴുതുക. 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 2 വരും, 3 വരും, 4 വരുമോ? ഇല്ല, 4 അഭാജ്യം അല്ല എന്ന് നമ്മൾ കണ്ടു അല്ലേ. 5 വരും, 6ഉം വരില്ല. 6ന് നമുക്ക് 2 × 3 എന്ന് എഴുതാം. 7 വരും, ശരിയല്ലേ. 8 വരുമോ? 8നെ 1 × 8 എന്ന് എഴുതാം. അതേപോലെ 2 × 4 എഴുതിയാലും 8 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് 8 എന്തല്ല? അഭാജ്യമാവൂല. ഓക്കെ, പിന്നെ ഏതെഴുതാം? 9 വരുമോ? നിങ്ങളെല്ലാം ഒറ്റ സംഖ്യ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ.
ഒറ്റസംഖ്യകളെല്ലാം അഭാജ്യസംഖ്യ പ്രൈം നമ്പർ ആണെന്ന് പറയാൻ പറ്റൂല. കാരണം 9ന് നമുക്ക് 1 × 9 എന്ന് മാത്രമല്ല 3 × 3 എന്ന് എഴുതിയാലും എന്ത് തന്നെയാ 9 കിട്ടും. ശരിയല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? 9 അഭാജ്യസംഖ്യ അല്ല അല്ലേ? പിന്നെ ആരെങ്കിലും ഉണ്ടോ? 2, 3, 5, 7 9 ഇല്ല, 10ഉം പറ്റൂല അല്ലേ? കാരണം 10ന് നമുക്ക് 5 × 2 എന്ന് എഴുതാലോ. ശരിയാണല്ലോ. അതായത് 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള ആകെ അഭാജ്യസംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാ? 2, 3, 5, 7. ശരിയല്ലേ? അതായത് നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് എത്ര വരും? നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യസംഖ്യകളുടെ എണ്ണം അല്ലേ? അഭാജ്യസംഖ്യകളുടെ എണ്ണം എത്ര എണ്ണമാണ് കിട്ടിയത്? 4 എണ്ണം കിട്ടി. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതിൽ നിന്ന് എടുക്കുന്നത് 1 മുതൽ 10 വരെയുള്ള നമ്പറിൽ നിന്ന് നമ്മൾക്കൊരു പ്രൈം നമ്പർ കിട്ടാനുള്ള സാധ്യത ആണ് അല്ലേ? അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ, അതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. അതായത് എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത എന്ന് മലയാളം മീഡിയംകാർ എഴുതുക കേട്ടോ. അഭാജ്യസംഖ്യ കിട്ടാനുള്ള സാധ്യത എന്താ വരിക? നമുക്കറിയാം എന്താണോ ചോദിച്ചത് അതിൻ്റെ എണ്ണം മുകളിൽ എഴുതുക. അതായത് അഭാജ്യസംഖ്യ അല്ലേ ചോദിച്ചത്? അപ്പോൾ അഭാജ്യസംഖ്യകൾ 4 എണ്ണാന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം 4 എന്ന് പറഞ്ഞ സംഖ്യ മുകളിലും അതേപോലെ താഴെ എന്താ എഴുതേണ്ടത്? ടോട്ടൽ നമ്പർ. നമ്മൾ എവിടെ നിന്നാണോ സെലക്ട് ചെയ്യുന്നത് ആ ടോട്ടലാണ് പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൽ നിന്നല്ലേ? 1 മുതൽ 10 വരെ ആകെ എത്ര സംഖ്യകളുണ്ട്? 10 സംഖ്യകൾ. ശരിയല്ലേ? അപ്പോൾ 4/10 എന്ന് വരും. നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ന്യൂമറേറ്ററിലും എഴുതുക, ആകെ നമ്പേഴ്സിലെ ടോട്ടൽ നമ്പേഴ്സ് ഡിനോമിനേറ്റർ താഴെ എഴുതുക, ഛേദത്തിലും എഴുതുക. 4/10 എന്ന് ആൻസർ കിട്ടും. 4നും 10നും നമുക്ക് കോമൺ ഫാക്ടർ ആയിട്ട് ആരുണ്ട്? 2 പൊതുഘടകമായിട്ട് വരും അല്ലേ? നമുക്ക് 2 വെച്ച് കട്ട് ചെയ്തൂടെ? 4ൽ എത്ര 2 ഉണ്ട്? 2, 2, 4, 5, 2, 10. അതായത് 4നെയും 10നെയും കട്ട് ചെയ്ത് 2/5 എന്ന് എഴുതാമല്ലോ നമുക്ക് ഫൈനൽ ആൻസർ. കറക്റ്റ് അല്ലേ? അപ്പം നമുക്കിവിടെ ആൻസർ കിട്ടി. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഫ്രാക്ഷനിൽ കിട്ടൂ അല്ലേ? അതായത് ആദ്യം ഭിന്നസംഖ്യ കിട്ടും. അപ്പം നമ്മളോട് ഇതിൻ്റെ ഭിന്നസംഖ്യ ആയിട്ടാണ് നമുക്ക് കിട്ടിയ ഉത്തരം അല്ലേ? ഇതിന് ഫ്രാക്ഷൻ രൂപത്തിലുള്ളത്. ഇതിന് ദശാംശ രൂപത്തിലും ശതമാനത്തിലും ആക്കണം. ദശാംശ രൂപം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ 2/2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്കില്ലേ 2/5 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഹരിക്കണം 5 എന്നല്ലേ? 2ൽ 5 പോവോ? നമ്മൾ എങ്ങനെയാണ് ഹരിക്കുക? അതെങ്ങനെ ഡിവൈഡ് ചെയ്യുക? 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയൂല, ഉറപ്പല്ലേ? അപ്പോൾ നമ്മളൊരു 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ 20 ആക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ മുകളിലും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം, അത് മറന്നു പോകരുത്. ഈ 0 നമ്മൾ ഇട്ട് കൊടുത്തതല്ലേ? ആ 0 ഇടുന്നതിൻ്റെ കൂടെ തന്നെ മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അതാണ് ഡിവിഷൻ്റെ റൂൾ അല്ലേ? ഇനി 20ൽ എത്ര 5 ഉണ്ട്? 4, 5, 20. ശരിയല്ലേ? അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞു. അതായത് ഇതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് ഡെസിമൽ ഫോം അല്ലേ? അല്ലെങ്കിൽ ദശാംശ രൂപം. ദശാംശ രൂപം എത്രയാ? 0.4. അത്രയേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇനി നമ്മളോട് ദശാംശ രൂപം മാത്രമല്ല അല്ലേ, എന്തിലൂടെ പറഞ്ഞിട്ടുണ്ട്? പേഴ്സൻറ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 100 കൊണ്ടില്ലേ 50% കാണുക. അപ്പോൾ നമ്മളെങ്ങനെയാണ് പേഴ്സൻറ്റേജ് പണ്ടേ കണ്ടുപിടിക്കുക? പേഴ്സൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റു 100 ചെയ്യുക. അങ്ങനെയല്ലേ? 100നോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ 2/5 എന്നുള്ളതാണ്. 2/5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും പേഴ്സൻറ്റേജിന് ആൻസർ കിട്ടും. ശരിയല്ലേ? ഇത് പേഴ്സൻറ്റേജിൻ്റെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് ചെയ്യാലോ. 2 × 100 എന്താവും? 200 അല്ലേ? 200/5 വരും. 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 4, 5, 20. ശരിയല്ലേ? ഈ 0 മുകളിലോട്ട് കയറും അല്ലേ? അപ്പോൾ 40 വരും. ദാറ്റ് ഈസ് 40% എന്ന് കിട്ടും. അപ്പോൾ ദശാംശ രൂപത്തിലാക്കാനും ഏതിലാക്കാനും ഡെസിമൽ ഫോമിലാക്കാനും ഏതിൽ നമ്മുടെ ശതമാന രൂപത്തിലാക്കാനും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇത് ഏത് രൂപത്തിലാണ്? പേഴ്സൻറ്റേജ് അല്ലേ? പേഴ്സൻറ്റേജ്
ഫോം അല്ലെങ്കിൽ എന്ത് പറയാം, ശതമാന രൂപം അല്ലേ. ശതമാന രൂപത്തിൽ എന്താ കിട്ടിയത്, 40%. അപ്പം ഇതിൽ ഈ പറയുന്ന ആൻസറും അതേപോലെ 0.4 എന്ന് എഴുതിയ ആൻസറും ഇത് മൂന്നും ഒരേ ഉത്തരങ്ങൾ തന്നെയാണ് കേട്ടോ. ഒന്ന് ഭിന്നസംഖ്യാ രൂപത്തിലാണ്, ഒന്ന് ഡെസിമൽ രൂപത്തിലാണ്, ഒന്ന് പെർസെൻറ്റേജ് രൂപത്തിലാണ്. മൂന്നും ആൻസേഴ്സ് സെയിം തന്നെയാണ്. അവർ മൂന്നിലും കണക്കാക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. 1, 2, 3 എക്സെട്ര 100 അല്ലേ എന്നീ സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് രണ്ടക്ക സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന എവിടെ നിന്നാ, 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ നിന്ന്. അതായത് ആകെ നമ്പേഴ്സ്, ടോട്ടൽ നമ്പേഴ്സ് എത്ര വരും, 100 എന്ന് വരും. ശരിയല്ലേ. എന്നിട്ട് നമ്മൾ എടുക്കുന്നത് ആരെയാ, സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ എണ്ണവും കിട്ടണം, അതല്ലേ. ആരെയാണോ ചോദിച്ചത് അതിൻ്റെ നമ്പർ മുകളിലും താഴെ ടോട്ടൽ നമ്പറും അല്ലേ നമ്മൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്, പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് എഴുതുക. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഈ വൺ നമ്പർ ഫ്രം 1 to 3 എക്സെട്ര 100 ഈസ് ചൂസൺ. 1 മുതൽ 100 വരെയുള്ളതെന്ന് നമ്മളൊരു സംഖ്യ ചൂസ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ 2 ഡിജിറ്റ് നമ്പർ. ഇതൊരു രണ്ടക്ക സംഖ്യയാകണം. എടാ രണ്ടക്ക സംഖ്യ ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, 1, 2, 3 അങ്ങനെ പോയി 100 വരെ ഉള്ളതിൽ രണ്ടക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? നമുക്കറിയാം ഒരു രണ്ടക്ക സംഖ്യ 1 മുതൽ 9 വരെ ഒറ്റ അക്കല്ലേ ഉള്ളൂ അല്ലേ. ഒരു രണ്ടക്കം 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10-ൽ നിന്നാണ്. 10, 11, 12 അങ്ങനെ വന്ന് 100 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് ആണോ? അല്ല, 100-ൽ 3 ഡിജിറ്റ് വരുന്നുണ്ട് അല്ലേ. 1, 0, 0 എന്ന് പറയുമ്പോൾ ടോട്ടൽ 3 അക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 100 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല. അതായത് രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 10 മുതൽ 99 വരെ അല്ലേ ഉള്ളൂ. ശരിയല്ലേ. 10 മുതൽ 99 വരെ രണ്ടക്കങ്ങൾ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഡിജിറ്റ് നമ്പർ അല്ലേ, രണ്ടക്ക സംഖ്യകൾ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ രണ്ടക്കങ്ങളുടെ എണ്ണം നമ്മൾ മുകളിലും എഴുതണം, ആകെ എണ്ണം താഴെ എഴുതണം. 10 മുതൽ 99 വരെ എത്ര അക്കങ്ങളുണ്ട്? രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന് നമുക്കറിയാം, 1 മുതൽ 100 വരെ എന്ന് പറയുമ്പം ആകെ എത്ര ആൾക്കാരാ? 100 ആളുകൾ. ശരിയല്ലേ. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കണം? ഒറ്റ അക്കം വരുന്ന 1 ഡിജിറ്റ് നമ്പർ ആരൊക്കെയാ? 1 മുതൽ 9 വരെ 1 ഡിജിറ്റാ. ശരിയാണല്ലോ. അതേപോലെ 100 എന്ന് പറയുന്നത് എത്ര ഡിജിറ്റാ? 3 ഡിജിറ്റാ. അപ്പോൾ ഈ ടീമിനെയൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കിയാലല്ലേ നമുക്ക് 2 ഡിജിറ്റിൻ്റെ എണ്ണം കിട്ടുള്ളൂ. 1 മുതൽ 9 വരെ എന്ന് പറയുമ്പോൾ ടോട്ടൽ 10 ആളുകളുണ്ട്. ശരിയല്ലേ. 100 എന്ന് പറയുമ്പോൾ അവിടെ 1 ഉണ്ട്. 1 മുതൽ 9 എന്ന് എത്ര വരും? 9 ആളുകൾ അല്ലേ. 1 മുതൽ 9 എന്ന് പറയുമ്പോൾ ഇവിടെ 9 നമ്പറും വരും, പിന്നെ 100 എന്ന് പറയുന്ന ഒരു നമ്പറും വരും. ശരിക്കും പറഞ്ഞാൽ 1 മുതൽ 100 വരെ ആകെ 100 നമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിൽ രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണേ വരുള്ളൂ? ആകെ 90 എണ്ണേ വരുള്ളൂ. ആ 90 എണ്ണാവാനുള്ള കാരണം എന്താ? 10 എണ്ണം അതിൽ നിന്ന് ഒഴിവാവും. ഒന്ന് 100 എന്ന് പറയുന്ന നമ്പർ, കാരണം 100 എന്ന് പറയുന്ന ഒരു 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ, 3 അക്ക സംഖ്യ. പിന്നെ 1 മുതൽ 9 വരെ എന്ന് പറഞ്ഞാൽ 1 ഡിജിറ്റ് നമ്പേഴ്സ്, ഒറ്റ അക്ക സംഖ്യകളാണ്. അപ്പോൾ ആ 9 എണ്ണം അവസാനത്തെ 100നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ടോട്ടൽ 10 എണ്ണത്തിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ 100-ൽ നിന്ന് 10 കുറച്ചാൽ ബാക്കി 90 എണ്ണം ഉണ്ടാവും. ശരിയല്ലേ. നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെ ബൈ ഹാർട്ട് മനസ്സിൽ പഠിച്ചു വെച്ചോ. രണ്ടക്ക സംഖ്യകൾ ഒറ്റ 1 ഡിജിറ്റ് നമ്പർ 9 എണ്ണം ഉള്ളത്, 1 മുതൽ 9 വരെ. 2 ഡിജിറ്റ് നമ്പർ 90 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? 10 മുതൽ 99 വരെ. ഇപ്പോൾ പറഞ്ഞത് 90 എണ്ണം. അതേപോലെ 3 ഡിജിറ്റ് നമ്പർ ഇല്ലേ, 3 അക്ക സംഖ്യകൾ, അത് എവിടുന്നാ തുടങ്ങുക? 3 അക്ക സംഖ്യകൾ തുടങ്ങുക 100-ൽ നിന്നാണ് അല്ലേ. 100-ൽ നിന്ന് തുടങ്ങി 999 വരെ ഉള്ളതിനല്ലേ നമ്മൾ 3 ഡിജിറ്റ് എന്ന് പറയാം. ഇതാകെ 900 എണ്ണം ഉണ്ടാവും, 900 നമ്പേഴ്സ്. അപ്പോൾ ആ ഒരു സിമ്പിൾ അല്ലേ മനസ്സിലാക്കാൻ. ഒന്ന് 90 പിന്നെ 900 അല്ലേ. അപ്പം നിങ്ങൾ ആ ഒരു ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്പേഴ്സിൽ ഒരു ഐഡിയ ഉണ്ടാവുക. ഇനി ഞാൻ പറയട്ടെ, ഇങ്ങനെ പറയണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നത്തെ ചാപ്റ്റർ പഠിച്ചു വരുന്നവരാണ് അല്ലേ. അതായത് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. അരിത്തമെറ്റിക് സീക്വൻസിൽ ആകെ എത്ര നമ്പർ അല്ലേ, ആ നമ്പർ ഓഫ് ടേംസ് എത്ര എണ്ണം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാലോ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1
അതാരെങ്കിലും മറന്നു പോയിട്ടുണ്ടോ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ? അപ്പോൾ പെട്ടെന്ന് എത്ര എണ്ണാന്ന് ചിന്തിക്കാൻ ഇപ്പം ഇങ്ങനെയൊന്നും കഴിയുന്നില്ല എന്ന് വിചാരിക്കുക. ഒറ്റക്ക 9 എണ്ണം ഒഴിവാക്കണം, ലാസ്റ്റത്തെ 100 ഒഴിവാക്കണം, അങ്ങനെ 10 എണ്ണം കുറച്ചിട്ട് ബാക്കി 90 2 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. രണ്ടക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 10-ൽ നിന്നും എൻഡ് ചെയ്യുന്നത് 99 ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ആണ്, എൻഡ് ചെയ്യുന്നത് 99 ആണ്. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? ഇതിൽ ലാസ്റ്റ് ടേം ആരാ? അപ്പം നമ്പർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 99, ശരിയല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് ഇതാ 10, 11, 12, 13 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 1 അല്ലേ? പ്ലസ് 1, ശരിയല്ലേ? 99-ൽ നിന്ന് 10 പോയാൽ എത്ര വരും? 89. 89/1 പ്ലസ് 1. എടാ 89-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 89 എന്ന് തന്നെ വരും. 89 പ്ലസ് 1 എത്ര വരും? 90 എന്ന് വരും. ഓക്കെ ആണല്ലോ? ആ 90 തന്നെയല്ലേ നമ്മൾ നേരത്തെയും കണ്ടുപിടിച്ചത്? അതായത് ആകെ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 900 ഉണ്ട് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് 900 അല്ല 90. 2 ഡിജിറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു 90 ആണ് അല്ലേ? രണ്ടക്ക സംഖ്യകളുടെ എണ്ണം. രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എത്രയാ? 90. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. മലയാളം ഇംഗ്ലീഷ് എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടക്കം തുടങ്ങുന്നത് എവിടെ മുതൽ എവിടെ വരിക എന്ന് മറന്നുപോയത്? 10 മുതൽ 99 വരിക. അപ്പം നമ്മളോട് ചോദിച്ചത് സാധ്യത അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താ? എ 2 ഡിജിറ്റ് നമ്പർ. നമ്മൾ എടുക്കുന്നത് ഒരു രണ്ടക്ക സംഖ്യ ആവാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. എടാ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ആകെ ഏതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? ആകെ 100 എണ്ണം അല്ലേ? 1 മുതൽ 100 എണ്ണം ഉള്ള ഒരു ബോക്സ് ആണെന്ന് വിചാരിക്കുക. ആ 100 എണ്ണത്തിൽ നിന്ന് നമ്മൾ 2 ഡിജിറ്റ് നമ്പറിനെ സെലക്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പറാണ് മുകളിൽ എഴുതുന്നത്. നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പർ 90 ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 90/100 എന്ന് വരും. കറക്റ്റ് അല്ലേ? 90/100 ഈ 0 കട്ട് ചെയ്ത് ഫൈനലി നമുക്ക് എത്ര വരും? 9/10 എന്ന് കിട്ടും. ഇനി അതിന് ചെറുതാക്കാനില്ല അല്ലേ? 9/10 എന്ന് കിട്ടും. എല്ലാവർക്കും കിട്ടിയല്ലോ? ഇതിൻ്റെ ഈ ഭാഗം ബാക്കി ഇവിടെ എഴുതുകയാണ് മിസ്. ഇങ്ങോട്ട് നോക്കുക. അതായത് ഇപ്പോൾ ഇതിൻ്റെ ദശാംശ രൂപം ഭിന്നസംഖ്യാ രൂപം കിട്ടി, ഫ്രാക്ഷൻ കിട്ടി. ഇനി ഇതിൻ്റെ ദശാംശം എഴുതണ്ടേ? എടാ 9/10 ദശാംശമാക്കാൻ എളുപ്പമാണ്. 0.9 എന്ന് വരും ആൻസർ. കാരണം എന്താ? ഏത് ഫോമാണ് നമ്മളിപ്പോൾ എഴുതിയത്? ഡെസിമൽ കേട്ടോ. ഡെസിമൽ അല്ലെങ്കിൽ ദശാംശം. എങ്ങനെയാണ് ദശാംശം കിട്ടുക? അതായത് താഴെ 10, 100, 1000 ഒക്കെ വന്നാൽ എളുപ്പമാണ്. എത്ര പൂജ്യം ഉണ്ട് നോക്കുക. 10-ൽ ഒരു പൂജ്യം അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് മാറ്റിയിട്ടിടുക, 0.9 എന്നിടുക. ഇനി 9/100 ആയിരുന്നു എന്ന് വിചാരിക്കുക ഈ 10-ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ എത്ര പൂജ്യം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? 2 എണ്ണം അങ്ങോട്ട് മാറ്റിയിടുക. അപ്പോൾ 9-നെയും മാറ്റണം. ഒരു 2 സംഖ്യകളില്ലാത്തതുകൊണ്ട് ഒരു പൂജ്യം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഡെസിമൽ നമ്പറിൻ്റെ ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 10 വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു പൂജ്യം ആയതുകൊണ്ട് 9-ന് ഒരു ഡെസിമൽ ഇട്ടിട്ട് അപ്പുറത്തേക്ക് ആക്കുക. ഡെസിമൽ കഴിഞ്ഞാൽ പിന്നെ ഏതിലും കൂടി കാണണം? പേഴ്സൻറ്റേജിൽ കാണണം അല്ലേ? അതായത് ഏതിൽ കാണണം? ശതമാനത്തിൽ കാണണം. ശതമാനം കാണാൻ എന്തായി ചെയ്യേണ്ടത്? 9/10-നെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ശതമാനം കിട്ടും. അപ്പോൾ എത്ര വരും? 9-ഉം 100-ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 900. 900/10 എന്ന് വരും. 0 ക്യാൻസൽ ചെയ്തിട്ട് ലാസ്റ്റ് എത്ര വരും? 90%. ശരിയല്ലേ? ഇവിടെ നോക്കുക, ഒന്നുകൂടി നോക്കാം. നമ്മൾ ശതമാനം കാണാൻ വേണ്ടിയിട്ട് 9/10 എന്ന് പറയുന്ന ഭിന്നസംഖ്യയെ 100 കൊണ്ട് ഗുണിക്കണം ശതമാനമാക്കണമെങ്കിൽ. അപ്പം 9-ഉം 100 മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര വരും? 900/10 എന്ന് വരും അല്ലേ? ഈ പൂജ്യം കട്ട് ചെയ്യാം. ബാക്കി എത്ര വരും? 90%, 90%.
കറക്റ്റ് അല്ലേ? അതായത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും നമ്മൾ കണ്ടുപിടിച്ചു. എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്ന് മറന്നു പോകരുത്. ഇനി നിങ്ങളിത് ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട. ഈ നമ്പർ ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടക്ക സംഖ്യകൾ ആകെ 90 എണ്ണമാണ് ഉള്ളത്. 1 മുതൽ 9 വരെ ഒറ്റ അക്ക സംഖ്യകളാണ്, 1 ഡിജിറ്റാണ്. 100 എന്ന് പറയുന്നത് 3 അക്കമാണ്. അപ്പോൾ ആ 10 എണ്ണം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 90 ആൾക്കാരാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? എല്ലാ 3 അക്ക സംഖ്യകളും ഒരു കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടു. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ അത് ഇരുവഴി, അതായത് പാലിൻഡ്രോം എന്ന് പറയും കേട്ടോ, സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? 5ാം ക്ലാസ്സിലെ സംഖ്യാലോകം എന്ന പാഠത്തിലെ പെരുകുന്ന സംഖ്യകൾ എന്ന ഭാഗത്ത് അവസാനമുള്ള കണക്കുകളിലുള്ള ചോദ്യം 4 നോക്കുക. അപ്പം നമ്മൾ 10ാം ക്ലാസ്സിലെത്തി നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് പോകണ്ട, മിസ് പറഞ്ഞുതരാം. അതായത് നമ്മൾ അവിടെ പഠിച്ചതാണ്, ചിലരെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ പേപ്പറുകളിൽ ഏത് വരെയുള്ള നമ്പർ എഴുതി? എല്ലാ 3 അക്ക സംഖ്യകളും കടലാസിൽ എഴുതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, 3 അക്ക സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് നമ്മളെ കയ്യിലുള്ള ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് ഈ 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. ഓക്കെ, 3 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എവിടുന്നാ? 99 വരെ 2 അക്കങ്ങളേ ഉള്ളൂ അല്ലേ? 100 എന്ന് പറയുമ്പോൾ എത്ര അക്കങ്ങളായി? 3 അക്ക സംഖ്യകളായില്ലേ? അതാണ് നമ്മൾ എഴുതുന്നത് 3 അക്ക സംഖ്യകൾ അല്ലേ? 3 അക്ക സംഖ്യകൾ തുടങ്ങുന്നത് 100ലാണ്. പിന്നെയോ പിന്നെ 101, 102 അങ്ങനെ പോയി എവിടെ അവസാനിക്കുക? 999, 999. ശരിയല്ലേ? കാരണം എന്താ? 1000 എഴുതി കഴിഞ്ഞാൽ അതിൽ 1, 2, 3, 4 ഡിജിറ്റ് വരും അല്ലേ? അപ്പോൾ 1000 എന്തല്ല? 3 ഡിജിറ്റ് നമ്പർ അല്ല, 3 അക്ക സംഖ്യയല്ല. 3 അക്ക എന്ന് പറയുന്നത് 100 മുതൽ 999 വരിക. നേരത്തെ നമ്മൾ പറഞ്ഞു 2 അക്ക സംഖ്യകൾ ആകെ 90 എണ്ണം ഉള്ളത്. 3 അക്ക സംഖ്യകൾ എത്രയാണ് ഉള്ളത് എന്ന് നോക്കാം. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കുക. നേരത്തെ ചിന്തിച്ചതാര് ചിന്തിക്കുക. 1 മുതൽ 1000 വരെയുള്ള നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 1000 നമ്പേഴ്സ് ഉണ്ട്, ശരിയല്ലേ? അതിൽ നിന്ന് 1 മുതൽ 99 വരെയുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കണം. കാരണം എന്താ? അത് 3 അക്ക സംഖ്യയാണോ? 1 മുതൽ 99 എന്ന് പറഞ്ഞാൽ 3 അക്ക അല്ല, തുടങ്ങുന്നത് 100ലാണ്. അപ്പോൾ 1 മുതൽ 99 എന്ന് പറയുമ്പോൾ 99 നമ്പേഴ്സ് ഇവിടുന്ന് ഒഴിവാക്കണം. അതേപോലെ 1000 എന്ന് പറയുന്ന നമ്പറിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? 1000 എന്ന് പറയുന്ന നമ്പർ എത്ര അക്ക? 4 അക്കം അല്ലേ അല്ലേ? 1, 2, 3, 4. അപ്പോൾ 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഈ 99 എണ്ണം ഒഴിവാക്കണം, ഈ 1 ഒഴിവാക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ എത്ര എണ്ണം ഒഴിവാക്കണം? 99 1ഉം 100 നമ്പറിനെ നമ്മൾ ഒഴിവാക്കണം. ഏതിൽ നിന്ന്? 1 മുതൽ 1000ത്തിൽ നിന്ന്. ഞാൻ ഈ നമ്പർ പെട്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് 1 മുതൽ 1000 എന്ന് പറഞ്ഞത്. 1 മുതൽ 1000 എന്ന് പറയുമ്പോൾ അവിടെ 1000 നമ്പേഴ്സ് ഉണ്ട്. 1000 നമ്പറും ഒരിക്കലും 3 അക്ക അല്ല അല്ലേ? 3 അക്ക സംഖ്യകൾ 100ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 മുതൽ 99 വരെയുള്ള ആൾക്കാരെ ഒഴിവാക്കുക, 1000 ഒഴിവാക്കുക. അതായത് ടോട്ടൽ 100 ആൾക്കാരെ നമ്മൾ ഒഴിവാക്കണം. 1000ത്തിൽ നിന്ന് 100 ഒഴിവാക്കിയാൽ പോരെ? 1000 നമ്പറിൽ നിന്ന് 100 നമ്പർ ഒഴിവാക്കിയാൽ ബാക്കിയൊക്കെ എത്ര നമ്പർ ആയിരിക്കും? അത് മൈനസ് ചെയ്യാണ് കേട്ടോ. 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 1000ത്തിൽ നിന്ന് 100 പോയാൽ എത്ര വരും? 900 എന്ന് വരും. 900 നമ്പേഴ്സ് ആർ 3 ഡിജിറ്റ് നമ്പർ. ഇത് മിസ് ഇതൊന്ന് മനസ്സിലാവാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, അല്ലാത്തവർക്ക് എങ്ങനെ ചിന്തിക്കാം? ഇപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു ടോട്ടൽ 1000 എണ്ണത്തിൽ നിന്ന് 100 എണ്ണം ഒഴിവാക്കിയാൽ ബാക്കിയൊക്കെ 3 അക്ക സംഖ്യകളായിരിക്കും, 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇതെന്ത് സംഭവമാണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഒരു സമാന്തര ശ്രേണിയല്ലേ? സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം അല്ലേ? n കാണാനുള്ള ഇക്വേഷൻ എന്താ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1, ശരിയല്ലേ? ഇവിടുത്തെ ലാസ്റ്റ് ടേം ആരാ? 999. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 100 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ കൂടി പോകുന്നത്? അപ്പോൾ ബൈ 1 പ്ലസ് 1, ശരിയല്ലേ? 999ൽ നിന്ന് 100 പോയാൽ 899 എന്ന് കിട്ടും, ശരിയല്ലേ? 100 എണ്ണം ഒഴിവാക്കി. 899 ബൈ 1 പ്ലസ് 1. ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും അല്ലേ? അപ്പോൾ 899 പ്ലസ് 1 എത്ര വരും? 900 എന്ന് വരും.
അതായത് 3 അക്ക സംഖ്യകൾ ആകെ 900 എണ്ണ. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ. അപ്പം നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടോട്ടൽ 1 ഡിജിറ്റ് നമ്പർ. ഒറ്റ അക്ക സംഖ്യകളുടെ എണ്ണം എത്രയാ? ഒറ്റ അക്കം ഉള്ളത് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് അല്ലേ? 1 to 9 എത്ര എണ്ണം ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്, ശരിയല്ലേ? അതേപോലെ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പർ, 2 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 2 അക്കം തുടങ്ങുന്നത് 10-ൽ നിന്നാണ്, എൻഡ് ചെയ്യുന്നത് 99-ലും. ആകെ 90 നമ്പേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു 3 ഡിജിറ്റ് നമ്പേഴ്സ്. എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 100 മുതൽ 100 മുതൽ 999 വരെ എത്ര എണ്ണം ഉണ്ട് എന്നാ അപ്പോൾ കിട്ടിയത്? 900, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എത്ര ഒറ്റ അക്ക സംഖ്യകൾ, എത്ര 2 അക്ക സംഖ്യകൾ, എത്ര 3 അക്ക സംഖ്യകൾ എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇതൊന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കണ്ടുപിടിക്കണം നിർബന്ധമൊന്നുമില്ല. ഇതൊന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. 90, 900 എന്നൊക്കെ ഉള്ള സംഖ്യകൾ. അതായത് ഒറ്റ അക്കം 1 മുതൽ 9 വരെ 9 എണ്ണം ഉണ്ട്, 10 മുതൽ 99 വരെ 90 എണ്ണം ഉണ്ട്, 100 മുതൽ 999 വരെ 900 എണ്ണം ഉണ്ട്. അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആകെ ഈ 3 അക്ക സംഖ്യകളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആകെ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു 900. അപ്പോൾ താഴെയുള്ള നമ്മൾ എഴുതാൻ പോകുന്ന സാധ്യതേൻ്റെ താഴെ 900 എന്ന് എഴുതാം. ആകെ സംഖ്യകൾ 900 ആണ്. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? അത് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് നമ്മളോട് ചോദിച്ചത്. പാലിൻഡ്രോം എന്നാണ് ഇംഗ്ലീഷിൽ എന്താ പറയുക? പാലിൻഡ്രോം. മലയാളത്തിൽ എന്താ പറയുക? ഇരുവഴി എന്ന് പറയും, അല്ലെങ്കിൽ പാലിൻഡ്രോം എന്ന് തന്നെ ഓർത്ത് വെക്കുക. അതായത് ഒന്നുമില്ല, പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും ഒരേപോലെ വായിക്കും. അപ്പം അമ്മ എന്ന് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയാൽ ഇങ്ങോട്ടും അമ്മ എന്ന് തന്നെയാണ് വായിക്കുക, തിരിച്ച് ഇങ്ങോട്ട് വായിച്ചാലും ഇത് അമ്മ എന്ന് തന്നെയല്ലേ? അതൊരു പാലിൻഡ്രോമാണ്. അതേപോലെ മലയാളം അല്ലേ, നമ്മൾ പണ്ടേ പറയുന്നതാ. ഈ മലയാളത്തിന് അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും സ്പെല്ലിങ് ഒരേപോലെയാണ്, തിരിച്ച് വായിച്ചാലും ഇതെന്ത് തന്നെയാണ്? മലയാളം എന്ന് തന്നെയാണ് ഉണ്ടാവുക. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒരേപോലെ വായിക്കുന്നവരെയാണ് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സംഖ്യകളെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും ഒരേപോലെ വായിക്കാൻ പറ്റുക? നമ്മൾ ഏത് നമ്പർ എന്നാണ് സെലക്ട് ചെയ്യുന്നത്? 100 മുതൽ 999 ഇടയിലുള്ളത് മതി കേട്ടോ. എടാ പാലിൻഡ്രോംസ് അല്ലേ? പാലിൻഡ്രോംസ് ഏതിൻ്റെ ഇടയിലുള്ള? എല്ലാവരെയും പറയുന്നില്ല. ബിറ്റ്വീൻ 100 ആൻഡ് 999, അതായത് ഇരുവഴി എന്ന് പറയും കേട്ടോ. ഇരുവഴികൾ 100-നും 999 ഇടയിലുള്ള ഇരുവഴികൾ എത്ര എണ്ണം ഉള്ളത്? 101, ശരിയല്ലേ? 101നെ അങ്ങോട്ട് വായിച്ചാലും 101 ഇങ്ങോട്ട് വായിച്ചാലും 101 മാറുന്നുണ്ടോ? ഇല്ല. 101 കഴിഞ്ഞാൽ 111, ശരിയല്ലേ? തിരിച്ചു മറിച്ച് 111 എന്നല്ലേ? പിന്നെ ഏതെഴുതാം? 121, 131, ശരിയല്ലേ? അങ്ങനെ അങ്ങനെ വന്ന് 191 വരെ നമുക്ക് ഈ 100 മുതൽ 200 വരെ നോക്ക് നിങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന്. ഇതാ ഇങ്ങനെ തിരിച്ചു മറിച്ചു എഴുതിക്കൂടെ? 101, 111, 121, 131. അതായത് ടോട്ടൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 10 ആളുകളുണ്ട്, ശരിയല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് 100-ൻ്റെയും 200-ൻ്റെയും ഇടയിലല്ല അല്ലേ? 100 മുതൽ 999 വരെയുള്ള ആൾക്കാരെ നോക്കാം. അടുത്തത് തിരിച്ച് നോക്കുക. 202, ശരിയല്ലേ? 201 പറ്റുമോ? 201നെ അങ്ങോട്ട് വായിച്ചാൽ 201, ഇങ്ങോട്ട് വായിച്ചാൽ 102 ആയി പോവും അല്ലേ? തിരിച്ചും മറിച്ചും വായിക്കുമ്പോൾ തെറ്റും. അപ്പോൾ അത് പറ്റൂല. 202 പറ്റും. പിന്നെയോ 212 പറ്റും, ശരിയല്ലേ? തിരിച്ച് വായിച്ചാൽ 212, ഇങ്ങോട്ട് വായിച്ചാൽ 212. പിന്നെയോ 222, ശരിയല്ലേ? 222. പിന്നെ എന്ത് വായിക്കും? 232. അങ്ങനെ അങ്ങനെ നമുക്ക് വായിച്ചൂടെ? അതും എത്ര എണ്ണം വരും? 10 എണ്ണം വരും. അതായത് 292 വരെ നമുക്ക് എഴുതാം. മൊത്തം എഴുതുന്നില്ല കേട്ടോ. 292 വരെ 10 സംഖ്യകൾ ഉണ്ടാവും. പിന്നെ ഏത് വായിക്കാം? 303, അങ്ങനെ 303, 313, 333 അല്ലേ? 23 അങ്ങനെ വന്ന് 393 വരെ എഴുതാം, ശരിയല്ലേ? അതും 10 എണ്ണം ഉണ്ടാവും. പിന്നെ ഏതാ വരിക? 400-ൽ വരുമ്പോൾ 401 പറ്റുമോ? ഇല്ല. 401നെ തിരിച്ച് വായിച്ചാൽ 104 എന്നായി പോകും അല്ലേ? അപ്പോൾ ഏതിലാണ് തുടങ്ങുക?
404. ഈ ട്രാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? 404 എഴുതാം. പിന്നെ ഏതെഴുതാം? 414, 400 ഏത് വായിക്കാം? 24 അല്ലേ? 434. അങ്ങനെ എത്ര പോവാം? 494 വരെ 10 ശരിയല്ലേ? അതേപോലെ 505 അങ്ങനെ പോയി 595 അങ്ങനെ 10 ഉണ്ടാവും. പിന്നെയോ 606 മുതൽ 696 വരെ എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും അല്ലേ? പിന്നെ 707 മുതൽ 797 വരെ 10 നമ്പറുകൾ ഉണ്ടാവും. 707 ഇത്. പിന്നെയോ 808 മുതൽ പോയി 898 വരെ 10 സംഖ്യകൾ. പിന്നെയോ 909 അല്ലേ? 909 പോയിട്ട് 999 ഇതും 10 സംഖ്യകൾ. അതായത് 999 അങ്ങോട്ട് വായിച്ചാലും 999 ആണ്, ഇങ്ങോട്ട് വായിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, 100 മുതൽ 999 വരെ ആകെ എത്ര പാലിൻഡ്രോംസ് ഉണ്ട്? എല്ലാവരും എഴുതി ഉണ്ടാക്കണോ? വേണ്ട. ഒന്ന് എഴുതുമ്പോൾ തന്നെ നമുക്ക് ട്രാക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 10, 10, 20, 30, 40, 50, 60, 70, 80, 90 ഉണ്ട്. ശരിയല്ലേ? 9 10കൾ വരും. 9 പ്രാവശ്യം അല്ലേ? 10 വീതം വരും. ഇനി വേണ്ടവരത് ഫുൾ എഴുതി നോക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാലിൻഡ്രോംസിൻ്റെ ആകെ എണ്ണം എത്ര വരും? 90 വരും അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് പാലിൻഡ്രോംസ്. എത്ര 10കളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 10കൾ വരുന്നുണ്ട് അല്ലേ? അപ്പം 9 × 10 എത്ര വരും? 90 എന്ന് വരും. ആകെ 90 പാലിൻഡ്രോംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാലോ. നമ്മളോട് ചോദിച്ചത് ഈ 100 മുതൽ 999 വരെ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളിലായിട്ടൊരു ബോക്സിലേക്ക് ഇട്ടുമെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് എടുക്കുന്നത് ഒരു പാലിൻഡ്രോം ഇരുവഴിയാവാനുള്ള സാധ്യതയാണ് ചോദിച്ചത്. അപ്പം മുകളിൽ നമ്മൾ എന്തെഴുതണം? പാലിൻഡ്രോംസിൻ്റെ എണ്ണം. താഴെ ആ പെട്ടിയിൽ ആകെ എത്ര എണ്ണം ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. 900 എണ്ണം ഉണ്ട്. ശരിയല്ലേ? 900 എണ്ണം ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് പി എന്ന് എഴുതിയാൽ മതി അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്ത് കിട്ടാനുള്ള? എ പാലിൻഡ്രോം. പാലിൻഡ്രോം നമ്പർ എന്ന് എഴുതാം അല്ലേ? ഒരു പാലിൻഡ്രോം സംഖ്യ കിട്ടാനുള്ള, തിരിച്ച് വായിച്ചാലും മറിച്ച് വായിച്ചാലും ഒരേപോലെ വേണം. അത് കിട്ടാനുള്ള സാധ്യത എത്രയാ? നമ്പർ ഓഫ് പാലിൻഡ്രോംസ്. ആകെ പാലിൻഡ്രോമിൻ്റെ എണ്ണം മുകളിലും ടോട്ടൽ നമ്പർ താഴെ എഴുതാം. അപ്പോൾ പാലിൻഡ്രോം 90 എണ്ണം ഉള്ളത്. ആകെ ആ ബോക്സിൽ 900 എണ്ണം വരും അല്ലേ? എല്ലാ 3 അക്ക സംഖ്യകളും ആ ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പം 90/900 വരും. 0 കട്ട് ചെയ്തിട്ട് എന്ത് വരും? 9/90 ശരിയല്ലേ? 9നും 90നും പിന്നെയും കട്ട് ചെയ്തൂടെ? എടാ 9ൽ എത്ര 90ൽ എത്ര 9 ഉണ്ട്? 9 വെച്ച് കട്ട് ചെയ്തൂടെ നമുക്ക്? 9ൽ ഒരു 9, 90ലോ 19 90 ശരിയല്ലേ? അപ്പോൾ 1/10 എന്ന് വരും. 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അത്രയേ ഉള്ളൂ കേട്ടോ. 1/10 വന്നു. അപ്പോൾ ഇതിൻ്റെ എന്ത് രൂപം കിട്ടി? ഭിന്നസംഖ്യാ രൂപം കിട്ടി, ഫ്രാക്ഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം? ദശാംശ സംഖ്യ എഴുതണം അല്ലേ? ദശാംശ രൂപം അല്ലെങ്കിൽ ഡെസിമൽ. എടാ ഡെസിമൽ എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 1/10 മിസ് പറഞ്ഞു. 10 എന്ന് പറഞ്ഞാൽ താഴെ ഒരു 0 അല്ലേ ഉള്ളത്? അപ്പോൾ ഈ മുകളിലുള്ള 1നെ ഒന്ന് അങ്ങോട്ട് മാറ്റിയിടുക. പോയിന്റ് കഴിഞ്ഞിട്ട് 1നെ മാത്രം അങ്ങോട്ട് മാറ്റുക. അപ്പോൾ 0.1 എന്ന് വരും. അതേപോലെ ഏത് രൂപത്തിന്? നമുക്ക് ശതമാനം വേണം അല്ലേ? ശതമാനം 2ലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1/10 എന്ന് കിട്ടിയിട്ടുള്ളതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് പെർസെൻറ്റേജ് കിട്ടുക അല്ലേ? 1 × 100 എന്ത് വരും? 100 എന്ന് വരും. അതായത് 100 പിന്നെ താഴെ ഒരു 10 ഉണ്ട്. 100/10 0 വെട്ടിയാൽ 10/1 എത്ര വരും? 10% എന്ന് ഫൈനൽ ആൻസർ വരും. ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പം ഈ ശതമാനം കാണാൻ നമുക്ക് കിട്ടിയ ഉത്തരത്തിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതിനെയോ? ഇത് 1/10 വേണമെങ്കിൽ ഇങ്ങനെ ഹരിച്ച് നോക്കാം കേട്ടോ. 10ൽ പോകില്ല. അപ്പോൾ ഒരു 10 അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ താഴെ 10 100 1000 ഒക്കെ വന്നാൽ എഴുതാൻ സുഖം. ഹരിച്ച് നോക്കണ്ട, ഡിവൈഡ് ചെയ്യാൻ പോവണ്ട. എത്ര 0 ഉണ്ടെന്ന് എണ്ണി നോക്കുക. അപ്പോൾ ഒരു 0യാ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറിന് അങ്ങോട്ട് മാറ്റി എഴുതുക. ഇവിടെ 1 അല്ലേ മുകളിലുള്ളത്? അപ്പോൾ 1ന് അങ്ങോട്ട് മാറ്റിയിടുക. അപ്പോൾ കിട്ടും.
പിന്നെ 1/10 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക അല്ലേ. 1 × 100 100, താഴെ 10 ഉണ്ട്. 100ലെയും 10ലെയും ഓരോ പൂജ്യങ്ങൾ മിസ് വെട്ടി. പിന്നെ 10/1 10/1 എന്ന് പറഞ്ഞാൽ 10% തന്നെയല്ലേ ബാക്കിയുള്ളത്. അപ്പം ശതമാനത്തിലേക്ക് മാറ്റി. സിമ്പിളല്ലേ. പെർസെൻറ്റേജ് ദശാംശ രൂപമൊക്കെ കിട്ടി. അപ്പം ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മറന്നു പോകരുത് കേട്ടോ. 1 ഡിജിറ്റ് നമ്പർ എത്ര എണ്ണം? ഒറ്റ അക്ക സംഖ്യകൾ 9 എണ്ണം, 2 അക്ക സംഖ്യകൾ 90 എണ്ണം ഉണ്ട്, 3 അക്ക സംഖ്യകൾ 900 എണ്ണം ഉണ്ട്. അത് കോർത്ത് വെക്കുക. എന്നിട്ട് ആകെ നമ്മളോട് ചോദിച്ചതിൻ്റെ ആകെ എണ്ണം താഴെ എഴുതുക, ബാക്കി മുകളിലും എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പം ബാക്കി ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓണപരീക്ഷയൊക്കെ ആവാനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ അല്ലേ. താങ്ക്